ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കറി ഇല്ലെങ്കിലും എളുപ്പത്തിൽ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾ ഓവർനൈറ്റ് കുതിർത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പിൻ്റെ അടുത്ത് ചോറ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് നിറയെ ചേർക്കണ്ട. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഇതും ഞാൻ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത്, 1/2 കപ്പ് നിറയെ ചേർക്കുന്നില്ല, അത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് 2 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരച്ചെടുക്കണ്ട, ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ഒത്തിരി ലൂസ് ആവാനും പാടില്ല. ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കൊരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പകുതി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ദോശ പോലെ ചുട്ടെടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചീനച്ചട്ടിയിൽ ചുട്ടെടുക്കാണ് കുറച്ചും കൂടെ രസം ഉണ്ടാവുക. ഇത് ആരെങ്കിലും മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതുപോലെ തന്നെ അപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ട് സ്പെഷ്യലായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒഴിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ വീണ്ടും ഒരു തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ നോൺ വെജ് കറീസിൻ്റെ ഒക്കെ കൂടെ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. അതിലിങ്ങനെ മാവിങ്ങനെ കുറച്ച് വേവാണ്ട് കിടപ്പുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.